സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ ആത്മാർത്ഥമായ ഒരു സമീപനം ഉണ്ടോ എന്നുള്ളത്. ഇത്രയേറെ പ്രയാസകരമായ കഷ്ടപ്പെട്ട അവസ്ഥയിൽ ജോലി ചെയ്യുന്ന അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം. ആശാ വർക്കർമാരുടെ വിഷയം ഞങ്ങൾ നിരവധി വട്ടം നിയമസഭയിൽ ഉന്നയിക്കും. ഞാൻ മാത്രമല്ല, മറ്റ് MLA-മാർ അടക്കം പറയും. ഈവൻ ഭരണപക്ഷത്തെ ഏതാനും MLA-മാർ പോലും ഇത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ധനമന്ത്രി എന്താണ് പറഞ്ഞത്? കേരളത്തിൻ്റെ ധനകാര്യം സുരക്ഷിതമാണ്. എന്നാൽ അതിന് മറിച്ച് വിപരീതമായി ആരോഗ്യവകുപ്പ് മന്ത്രി ആശമാരോട് പറയുകയാണ് കേരളം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്നത്. ഇത് ഇവർ നടത്തുന്ന നാടകമാണ്. ആ സമരത്തെ കേൾക്കുകയല്ല, അതിനെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നമസ്കാരം. ആശാ വർക്കർമാരുടെ സമരം വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് 2 മാസത്തെ വേതന കുടിശ്ശിക സംസ്ഥാന ധനവകുപ്പ് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവ് ഇറക്കിയത്. ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവും MLA-യുമായ മാത്യു കുഴൽനാടൻ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. 2 മാസത്തെ കുടിശ്ശിക അനുവദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ധനവകുപ്പ് അത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. 2 മാസത്തെ കുടിശ്ശിക അനുവദിച്ചു എന്ന് പറഞ്ഞ് ഇവർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. സത്യത്തിൽ ഇത് ആശാ വർക്കർമാരുടെ കണ്ണിൽ പൊടിയിടാനായുള്ള ഒരു ഉത്തരവാണോ എന്നുള്ളൊരു സംശയം. അല്ല, സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ ആത്മാർത്ഥമായ ഒരു സമീപനം ഉണ്ടോ എന്നുള്ളതാണ്. ആശാ വർക്കർമാരുടെ വിഷയം ഞങ്ങൾ നിരവധി വട്ടം നിയമസഭയിൽ ഉന്നയിക്കും. ഞാൻ മാത്രമല്ല, മറ്റ് MLA-മാർ അടക്കം പറയും. ഈവൻ ഭരണപക്ഷത്തെ ഏതാനും MLA-മാർ പോലും ഇത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയേറെ പ്രയാസകരമായ കഷ്ടപ്പെട്ട അവസ്ഥയിൽ ജോലി ചെയ്യുന്ന അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം. പിന്നെ ദീർഘകാലം, ഒരുപക്ഷെ ഒരാഴ്ച മുഴുവൻ ആശാ വർക്കറായി ജോലി ചെയ്ത് പിരിയുമ്പോൾ വെറും കൈയോടെ, കയ്യിലൊന്നുമില്ലാതെ പിരിഞ്ഞു പോകേണ്ട അവരുടെ അവസ്ഥ അങ്ങേയറ്റം ദുരിതപൂർണമാണ്. അങ്ങേയറ്റം ഒരു സുരക്ഷിതത്വമില്ലാത്ത അരക്ഷിതാവസ്ഥ. അതിനൊരു മാറ്റം വരുത്താൻ വിരമിക്കലിന് അവർക്കൊരു ന്യായമായ ആവശ്യമാണ്. ഈ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനം പറയുകയും ആ കാര്യത്തിൽ വ്യക്തമായ നടപടികൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുണ്ടാകാത്തോടത്തോളം കാലം ഈ ഓർഡറുകളോ അല്ലെങ്കിൽ ഈ പ്രഖ്യാപനങ്ങളോ ഒന്നും കേവലം കണ്ണിൽ പൊടിയിടാനുള്ളതായി മാത്രമേ കാണാൻ. ഈ ആശമാരുമായി ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയപ്പോൾ കേരളത്തിന്റെ ധനസ്ഥിതി വളരെ മോശമാണ്, നിങ്ങൾ ക്ഷമിക്കണം എന്നാണ് ആശമാരോട് അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നത്. ഇന്നലെ അതിന് പിന്നാലെ ധനവകുപ്പ് ഒരു ഉത്തരവിറക്കുന്നു. 2 മാസത്തെ കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നു. ഇത് ആശമാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഉത്തരവാണോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് കേരള ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ധനമന്ത്രി എന്താണ് പറഞ്ഞത്? കേരളത്തിൻ്റെ ധനകാര്യം സുരക്ഷിതമാണ്, യാതൊരു ബുദ്ധിമുട്ടും നിലവിൽ കേരളത്തിലില്ല എന്നുള്ളതാണ് ധനമന്ത്രി പറയുന്നത്. അങ്ങനെ ധനമന്ത്രി പറയുകയും എന്നാൽ അതിന് മറിച്ച് വിപരീതമായി ആരോഗ്യവകുപ്പ് മന്ത്രി ആശമാരോട് പറയുകയാണ് കേരളം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്നത്. ഇത് ഇവർ നടത്തുന്ന നാടകമാണ്. ഈ ആശാ വർക്കർമാരെ പറ്റിക്കുന്നതിന് തുല്യമാണ്. അവരുടെ കണ്ണിൽ പൊടിയിടുന്ന നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. 2 ഗഡുവാണ് അവരിപ്പോൾ, 3 ഗഡു മുടക്കമുണ്ട്. അതിൽ 2 ഗഡുവാണ് ഈ സമരം കണ്ടുകൊണ്ട്. ഇപ്പോൾ നാളെ അവർ മഹാസംഗമം സംഘടിപ്പിക്കുകയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ തരത്തിൽ 2 ഗഡു. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നേരത്തെ തന്നെ അനുവദിച്ച തുകയാണ്. ഇന്നലെ അതൊരു വാർത്തയാക്കി മാറ്റി എന്നുള്ളത് മാത്രമാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തികച്ചും ന്യായമായതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ജീവിത ചെലവുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ വെറും 7000 രൂപയ്ക്ക് അവർ ഈ ജോലി ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും നടക്കാത്ത, അല്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സാധിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുക മാത്രമല്ല, അവർ ഉന്നയിക്കുന്ന ഓണറേറിയം വർധനവ് അത് എത്രയാണോ നൽകുന്നത്, അവരിപ്പോൾ 21,000 രൂപ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയും നൽകാൻ സാധിച്ചില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം അതിൽ വരുത്തുവാൻ സർക്കാർ തയ്യാറാകണം. കാരണം ഇത്രയും വനിതകൾ, അമ്മമാർ, സഹോദരിമാർ കഴിഞ്ഞ 10 ദിവസമായി ഈ ഭരണസഹായ കേന്ദ്രത്തിന് മുന്നിൽ സമരമിരിക്കുമ്പോൾ ആ സമരത്തെ കേൾക്കുകയല്ല, അതിനെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് ഇവർക്ക് നോട്ടീസ് നൽകി കഴിഞ്ഞു. ഈ റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് സമരം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ കേസെടുക്കുവാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ സമരത്തെ അടിച്ചമർത്തുന്ന നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.